ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പരാഗ് എന്ന് പറഞ്ഞൊരു ക്ലോത്തിങ് സ്റ്റോറിലേക്ക് നമ്മൾ പോവാട്ടോ. റൗണ്ടിലുള്ള സ്റ്റോറാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോകുമ്പോൾ എന്തായാലും ഒരു വ്ളോഗ് എടുക്കും, അവിടുത്തെ മെറ്റീരിയൽസ്, റേറ്റ്സ്, കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പുറത്തൊരു മഴ പെയ്യുമ്പോൾ നല്ല ചൂട് നൂഡിൽസ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണോ? അപ്പോൾ ഞാൻ അധികം വൈകിപ്പിക്കണില്ല, നമുക്ക് നേരെ വീഡിയോ പോകാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുടി റെഡി ആവാണ്. മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. നിങ്ങളുടെ മുടി ഇങ്ങനെ കൊഴിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ, എനിക്കറിയാനോ എൻ്റെ മാത്രമാണോ അത് എന്ന് വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് റെഡിയായി ഇതേ ഞാൻ റൗണ്ടിലേക്ക് പോവാണ്. ഇപ്പോൾ റൗണ്ടിൽ നിറച്ചും വണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി ഇവിടെ വെച്ചിട്ട് അച്ഛനമ്മയ്ക്കും വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, ഒരു 5 മിനിറ്റ്. അപ്പോഴേക്കും അവരെത്തി. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയായിരിക്കും. അതെ, ഈ കാണുന്ന സ്ഥലമാണ് പരാഗ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. അത്രയധികം കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ബ്രൊക്കേഡ് വേണോ, ഫ്ലോറൽ പാറ്റേൺസ് വേണോ, അതോ എന്താ പറയുക ഈ മെറ്റീരിയൽസിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക്സ് ചെയ്ത അങ്ങനത്തെ വേണോ, ഇഷ്ടം പോലെയുണ്ട് കളക്ഷൻസ്. ഇതേ നിങ്ങൾക്ക് കാണാനില്ലേ. പിന്നെ റേറ്റ് ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത റേറ്റുകളാട്ടോ. 180. ഇതേ ആ കാണുന്ന മെറ്റീരിയൽസിനൊക്കെ 140, 180 അതൊക്കെയാണ് റേഞ്ച്. നമുക്ക് ആ വെള്ള പ്രിൻ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നേഹയ്ക്ക് വേണ്ടി എടുത്തു. നേഹയ്ക്കും അമ്മയ്ക്കും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാട്ടോ പോയത്. എന്നെ ഒഴിവാക്കി കളഞ്ഞു ഗൈസ്. അപ്പോൾ അതേ ഫ്ലോറൽ പാറ്റേൺസ് ഉണ്ട് ഇഷ്ടം പോലെ. ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഇല്ലേ, ഇതിന് 180 ആ ഒരു റേഞ്ച് തന്നെയാണ് എല്ലാത്തിനും വരുന്നത്. 180, 140, 150, 210 ഇതൊക്കെയാണ് റേഞ്ച് വരുന്നത്. പിന്നെ അതേ പ്രിൻ്റുള്ള ഇഷ്ടം പോലെ സിൽക്ക് ചെറിയൊരു വർക്കൊക്കെ ചെയ്ത മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. പിന്നെ അതേ ഈ കാണുന്ന മെറ്റീരിയൽ അമ്മയ്ക്ക് എടുത്തതാട്ടോ. പക്ഷേ ഫോണിൽ കാണുമ്പോൾ കുറച്ചും കൂടി ഡള്ളായിട്ട് തോന്നും. അതിനും കുറച്ച് ബ്രൈറ്റാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ. എന്നെ ആ കണ്ണാടി കൂടെ കണ്ടോ ഗൈസ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. പിന്നെ ഇഷ്ടം പോലെ ആവശ്യത്തിലേറെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവിടെ കാണാം. പിന്നെ എടുത്തു തരുന്നതൊക്കെ ഹിന്ദിക്കാരാട്ടോ. അവർക്ക് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാലും മതി, നന്നായി മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ഹിന്ദി ആണെങ്കിൽ അവർ ചറ പറ പറയും. പിന്നെ നമ്മൾ കുറച്ച് താഴത്തേയും തുണി എടുത്ത് മേലെ പോയപ്പോൾ എൻ്റെ ദൈവമേ, അതേപോലെ തന്നെ മുകളിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ. മുകളിൽ ലൈനിങ് തുണികളാണ് മെയിനായിട്ട് വരുന്നത്. കോട്ടൺ മിക്സ് അങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. എനിക്ക് അവിടെ പോയപ്പോൾ ഭയങ്കര ചീപ്പായിട്ട് തോന്നി അവിടുത്തെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ. എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയും ഉണ്ട്. പിന്നെ അവിടെ ഇങ്ങനത്തെ എന്താ പറയുക, ചുങ്കിടിയോ എന്താ പറയാൻ ഞാൻ പറഞ്ഞു എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ഇതേ ബ്രൈഡൽസിന് വേണ്ട ഓഫ് വൈറ്റിൽ വരുന്ന നല്ല വർക്കുള്ള തുണികൾ, ബ്രൈഡൽ കളക്ഷൻസും അത്യാവശ്യം നമുക്ക് അവിടെ കിട്ടും. പിന്നെ ഇതേ ഷോളുകളാട്ടോ. ഇത് അമ്മയ്ക്ക് എടുത്ത സെറ്റാണ്. പിന്നെ അവിടെ താഴെ പോയപ്പോഴാണ് നമ്മൾ ബ്രൊക്കേഡ് മെറ്റീരിയൽസ് കണ്ടത്. ഒരുപാടുണ്ട് ബ്രൊക്കേഡ് മെറ്റീരിയൽസ് വന്നിട്ട്. പിന്നെ ഇത് കട്ട് പീസുകൾ പോലെ ഇവിടെ ജസ്റ്റ് ഒന്ന് കൂമ്പി ഇട്ടിട്ടുണ്ട് കുറച്ചധികം. പിന്നെ ഇതേ ലേസുകളുടെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ്, ഒരു സെക്ഷൻ 3 കട്ടായിട്ട് തന്നെ അവരിങ്ങനെ വച്ചിട്ടുണ്ട്, താഴെയും മേലെയൊക്കെ ആയിട്ട്. അടിപൊളി കേട്ടോ, ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ സിബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതും ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വേറെ സ്ഥലങ്ങൾക്കായിട്ട് ഇനി വേറെ പോകേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഹിന്ദി അറിയുന്നില്ലെങ്കിലും പേടിക്കണ്ട. പിന്നെ നമ്മളവിടെ നിന്ന് ബില്ല് ചെയ്ത് ഇറങ്ങി ഗൈസ്. ആ ബില്ല് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. എന്നാലും കുഴപ്പമില്ല. ഇത്രയും മെറ്റീരിയൽ, ഒരു 6-7 മെറ്റീരിയൽ നമ്മൾ എടുത്തപ്പോൾ അത്ര പൈസ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ വയറ് വിശന്ന് തുടങ്ങിയപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഭാരത് ഹോട്ടൽ അവിടെയാണ് പോയിട്ട് കുറച്ച് ക്യൂ നിൽക്കേണ്ടി വന്നു. എന്നാലും സീറ്റ് കിട്ടി, പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടി കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ മസാല ദോശയാണ് കഴിച്ചത്. അപ്പോഴാണ് ഗായ്സ് എനിക്കൊന്ന് സമാധാനമായത്. ഒരു റിലാക്സേഷനൊക്കെ വന്നു. നല്ല എന്താ പറയുക, മസാല ദോശ അവിടെ ഉണ്ട്. അച്ഛൻ പൂരിയും പിന്നെ അമ്മ പ്ലെയിൻ ദോശയാണ് കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ സ്റ്റുഡിയോ പോയി അമ്മയ്ക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്തിനാണെന്നല്ലേ ആലോചിക്കണം. അമ്മ ചേച്ചിയുടെ അടുത്തേക്ക് പോവാട്ടോ. അപ്പോൾ അതിൻ്റെ പർച്ചേസാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹാപ്പി ആയിട്ട് വീട്ടിലെത്തി. കൂട്ടത്തിൽ ഞാൻ ഒരു ചെരുപ്പ് കൊടുത്തു ഗൈസ് ഓസിക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്. ബാഗൊക്കെ ഞങ്ങൾ പൊടിച്ചു കളഞ്ഞു.